ഹായ് ഫ്രണ്ട്സ്, ട്രാമ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫിഷ് അല്ല, ഇന്ന് ചിക്കനാണ്. ഇത് ചിക്കനാണ്. ഇത് ചിക്കനാണ് മമ്മി ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മാഞ്ഞാലി ബിരിയാണി ആട്ടോ. കേട്ടിട്ടുണ്ടോ മാഞ്ഞാലി ബിരിയാണി? എറണാകുളം സൈഡിലുള്ളതാണ്. അപ്പം എപ്പോഴും നമ്മൾ കോഴിക്കോടൻ ദം ബിരിയാണി അല്ലെങ്കിൽ എന്താ പറയുന്ന കുഴിമന്തി അങ്ങനത്തെ പല ടൈപ്പ് ബിരിയാണികൾ ഉണ്ടാക്കുന്ന എല്ലാവരും ഈ മാഞ്ഞാലി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ മാഞ്ഞാലി ബിരിയാണിക്ക് കുറേ പ്രത്യേകതകളുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി ദേ വരുന്നു. ഞാൻ ഇത് കഴുകി വാരി വെച്ച ചിക്കനിലോട്ട് 3 കിലോ ചിക്കനുണ്ട്. അതിലോട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത് കൂടാതെ നാരങ്ങ, ഒരു ചെറുനാരങ്ങ, അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു മാരിനേഷൻ ഒരു 1 ഹവറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കണം കേട്ടോ. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ ഒരു 12 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 കിലോ ചിക്കനും 1.5 കിലോ റൈസുമാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഒരു ഉരുളി എടുക്കുക. അതിനകത്തോട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിനകത്തോട്ട് നിരത്തി വെച്ച് കൊടുക്കണം. ഇത് ഒരു ഷാലോ ഫ്രൈ എന്നല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് നല്ല ചൂടായ എണ്ണയിൽ ആദ്യം ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ പോലെ ഒരു 1 to 2 മിനിറ്റ്സ് ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. 2 സൈഡും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ചിക്കനിലോട്ട് ഞാനൊരു 2.5 മുതൽ 3 ഗ്ലാസ് വരെ വെള്ളം ആഡ് ചെയ്യാണ്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ തന്നെ ഒന്ന് ചുറ്റിച്ചിട്ടുള്ള വെള്ളമാട്ടോ ഇത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ മെയിനായിട്ട് കുക്ക് ചെയ്ത് കിട്ടാൻ. അപ്പോൾ നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണ്. ഒരു 15 to 20 മിനിറ്റ്സ് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നല്ല ചിക്കൻ സ്റ്റോക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനും കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഗ്രേവി നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റുവാണ്. ഒരു കുഴിയുള്ള തവി വെച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഈ ഗ്രേവി മൊത്തം മാറ്റാം. ഈ മാറ്റി വയ്ക്കുന്ന ഗ്രേവി ആരും കളയെടുത്തിട്ടോ, നമുക്കത് നമ്മുടെ ചിക്കൻ കറി പ്രിപ്പയർ ചെയ്യാൻ നേരം ആവശ്യമുണ്ട്. അപ്പോൾ ആ ചിക്കൻ സ്റ്റോക്ക് ഗ്രേവി മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ചിക്കനിലോട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 to 6 ടേബിൾ സ്പൂൺ വരെയാണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ കിട്ടാൻ പാകത്തിന് ആവശ്യത്തിന് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 2 സൈഡും മറിച്ചിട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഒത്തിരി ക്രിസ്പി ആയി പോകരുതിട്ടോ, ഫ്രൈ ആയിട്ടുള്ള ചിക്കൻ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ചിക്കൻ പീസസ് കോരി മാറ്റിയതിന് ശേഷമുള്ള എണ്ണയിലാണ് നമ്മൾ ബാക്കിയുള്ള കറി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് കറിവേപ്പില, ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. എനിക്ക് വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാട്ടോ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ട് കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നന്നായിട്ട് ഈ ഒരു എണ്ണ കിടന്ന് മൂക്കണം. ആ ഒരു സമയത്ത് നമ്മളൊരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു അല്പം ഉപ്പുകൂടെ ആഡ് ചെയ്യുകയാണേ. ആ ചുവന്നുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും ഞാനൊരു 4 വലിയ ഒനിയൻ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഈ സവാള നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം എടുക്കും, ക്ഷമയോടെ കാത്തിരിക്കുക. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഒരു 4 പച്ചമുളക് കുരുകുരാ അരിഞ്ഞത് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ സവാള എല്ലാം നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഒരു എണ്ണയിലോട്ട് ഞാൻ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അപ്പം നല്ല കളർ കിട്ടും നമ്മുടെ കറിക്ക്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു മസാല മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് ഞാനൊരു 4 ടൊമാറ്റോ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 4 to 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഞാൻ ഗ്രേവി കളയരുതെന്ന് പറഞ്ഞില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇച്ചിരി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതൊന്ന് പറ്റി വരും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഫുൾ നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ചെറുനാരങ്ങ. അതിലേക്ക് ഒരു 2 ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ ഗ്രേവി കുറേ കൂടെ തിക്കായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഈ ഗ്രേവിക്കകത്ത് കിടന്ന് ഒന്ന് തിളച്ച് വരണം. അതിനകത്തോട്ട് നമുക്ക് ഒരു പിഞ്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ടേസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. ഇനി അതിനകത്തോട്ട് കൊറിയാണ്ടർ ലീവ്സും കൂടെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബിരിയാണി റൈസ് കുക്ക് ചെയ്യുന്ന പാത്രം എടുത്ത് വയ്ക്കുക. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും നമുക്ക് ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. കാഷ്യൂ കിസ്മിസ് ഫ്രൈ ആയി കഴിയുമ്പോൾ അത് കോരി മാറ്റുക. ഇനി ഇതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെച്ചതാണ്. ഇത് ഈ ഒരു ഓയിൽ ഗീ മിക്സിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മളിനി ഗരം മസാല സെറ്റ് ആഡ് ചെയ്യാണ്. പെരിഞ്ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, പത്രി, കറുവാപ്പട്ട ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിനകത്തോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാട്ടോ വേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ഇതിലേക്ക് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ അരി ഈ വെള്ളത്തിൻ്റെ ടേസ്റ്റിൽ ഉപ്പ് ഇത്തിരി മുന്നേ നിൽക്കണം. അതാണ് അതിൻ്റെ കണക്ക്. ഇതെന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് മൂടി വയ്ക്കുക. ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഇല്ലേ, അതൊന്ന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന 1.5 കിലോ റൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഇത് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഞാനൊരു 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റൈസ് ഒത്തിരി കുത്തി ഇളക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്യാരറ്റിൻ്റെ മുകളിലൂടെ ആ റൈസ് ഒന്ന് വരാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയും മൂടി വെച്ച് ഒരു 5 മിനിറ്റ്സോടെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ടോട്ടൽ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ റൈസും ക്യാരറ്റും എല്ലാം നന്നായിട്ട് കുക്കായി നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ഉണ്ടല്ലോ, അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. പിന്നെ ചോപ്പ് ചെയ്ത കൊറിയാണ്ടർ ലീവ്സും നമ്മുടെ കാഷ്യൂം കിസ്മിസും എല്ലാം കൂടെ ആഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാഞ്ഞാലി ബിരിയാണി റെഡി. ഇപ്പോൾ ഇതേ നമ്മുടെ ബിരിയാണി പ്ലേറ്റിംഗ് ചെയ്യുക കേട്ടോ. ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസും ചിക്കനും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒനിയൻ സാലഡും നാരങ്ങാച്ചാറുമാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഇനി ഇത് കൂടാതെ റൈസും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ മാഞ്ഞാലി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. And never miss another update.